Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Who will you be in the nearest future? സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും? നിങ്ങളുടെ ലൈഫ് പൊസിഷനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ സമീപ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 പിക്ചേഴ്സ് കാണാൻ സാധിക്കും അല്ലെ? സോ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ആ പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഹു വിൽ യു ബി ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ? Alright, let's start with group number 1. Hey, group number 1. സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും? നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ലൈഫാണ് നിങ്ങളുടെ സമീപ ഭാവിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മാഗ്നറ്റ് ആവാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു മാഗ്നറ്റ് ആവാണ്. സോ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ അറിയപ്പെടുന്നത് എന്തെങ്കിലും കാര്യത്തിന്റെ ഓണർ ആയിട്ടായിരിക്കാം. ഒന്നുകിൽ പ്രോപ്പർട്ടിയുടെ ഓണർ, ഹൗസ് ഓണർ, ഒരു കാറിന്റെ ഓണർ, അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന്റെ ഓണർ. ചില കാര്യങ്ങൾ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കുട്ടികളെ ആയിരിക്കാം. ഓക്കെ, ബർത്ത്, പ്രഗ്നൻസി ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ചില ആളുകൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ഓണർഷിപ്പ് ഉണ്ടാവുന്നത് നിങ്ങളുടെ മേലെ തന്നെയാണ്. സോ നിങ്ങൾ എന്താണെന്നുള്ളത് വളരെ ഡീപ്പായിട്ട്, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ളത്, ജെന്യൂൻ ആയിട്ടുള്ള വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ഓത്തന്റിക് ആയിട്ടുള്ള നിങ്ങൾ എന്ത് കാര്യത്തിലേക്കാണ് വിശ്വസിക്കേണ്ടത്, റിലീജിയൻ വൈസ് ആയിരിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നതായിരിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള വിശ്വാസത്തെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കുന്നതായിരിക്കാം. ഈവൻ ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില കഴിവുകൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനും അട്രാക്ട് ചെയ്യാനും സാധിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഇതിന്റെയൊക്കെ ഒരു ഓണർഷിപ്പ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഒരു അസറ്റ് ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള കഴിവുകള്, നിങ്ങളുടെ സ്കില്ല്, ടാലന്റ് ഒക്കെ നിങ്ങളുടെ ഒരു അസറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. വളരെ പ്ലസന്റ് ആയിട്ടും വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടും നിങ്ങൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ശരിക്കും നിങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നതും മനസ്സറിഞ്ഞ് ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ലൈഫിനോടൊക്കെ തോന്നുന്നതും ലൈഫിനോടൊരു ഇഷ്ടം തോന്നുന്നതുമായിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. സോ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് പല കാര്യങ്ങളും നമുക്ക് തുടങ്ങാൻ സാധിക്കുക അല്ലെ? ഒറ്റയടിക്ക് നമുക്ക് മേലോട്ട് കയറാൻ സാധിക്കില്ല. ഓരോ ചെറിയ സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ ഇതുപോലുള്ള കഴിവുകൾ, നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള കഴിവുകളായിരിക്കാം. നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യങ്ങളും ഒരു മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്യാനുള്ള ചില കഴിവുകളായിരിക്കാം. സോ അതൊക്കെ നിങ്ങൾ സ്ലോലി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, ചെറിയ ചെറിയ കാര്യത്തിലൂടെ ആയിരിക്കാം. സോ ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ പ്ലസന്റ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. സോ വാങ്ങിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം അല്ലെ? സോ ഈ സമയത്ത് നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, കണക്ട് ചെയ്യുമായിരിക്കും എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും, മെറ്റീരിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത്. സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും വാഹനങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ വാഹനം പഠിക്കുന്നതായിരിക്കാം, അതുകൊണ്ടാണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ അത് വാങ്ങിക്കാൻ പോകുന്നത്. ചില ആളുകൾ അതിനെപ്പറ്റി ഈ സമയം ചിന്തിക്കുന്നുണ്ടായിരിക്കണം. വാഹനം അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, കാറോ സ്കൂട്ടറോ ബൈക്കോ എന്തോ ആയിക്കോട്ടെ, ഈവൻ അതൊരു സൈക്കിൾ ആയിക്കോട്ടെ. നിങ്ങൾ കുട്ടികളാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കിൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു ബസ് വാങ്ങിക്കണം, ഒരു വലിയൊരു വാഹനം വാങ്ങിക്കണം, വലിയ വാഹനത്തിൽ പോകണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഫ്ലൈറ്റിലൊക്കെ പോകുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ഇതുപോലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്, അനുഭവങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്, ആഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്. അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറിയപ്പെടുന്നത്, സമീപ ഭാവിയിൽ നിങ്ങൾ അറിയപ്പെടുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടുന്ന ഒരു വ്യക്തിയാണെന്ന് സമൂഹം പറയാണ്, ആളുകൾ പറയാണ്, തിരിച്ചറിയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫെയിം അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, ഒരുപാട് പ്രശസ്തി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നത്, മാറ്റം വരുത്തുന്നത്, അട്രാക്ട് ചെയ്യുന്നത്, അത് ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള നോളേജ് ആണ്, റിലീജിയസ് ആയിട്ട് നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന നോളേജ് ആണ്, എനർജി. ഓക്കെ, മൂൺ, സ്പെഷ്യൽ ആയിട്ടുള്ള ചില എനർജി നിങ്ങൾക്ക് കൂടുതൽ, അതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ലൈക്ക് മൂണിന്റെ എനർജി, സണ്ണിന്റെ എനർജി. സോ അതൊക്കെ എത്രമാത്രം നമ്മൾ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. സോ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള, ഇതുപോലെ ഹ്യൂമന് കണക്ട് ചെയ്യുന്ന എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ അതിനുള്ള അറിവ് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ചില ആളുകളുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. സൈക്കിക് ആയിട്ടുള്ള ഇതുപോലത്തെ അറിവും കാര്യങ്ങളും, സ്പിരിച്വൽ ആയിട്ടുള്ള അറിവും കാര്യങ്ങളുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അറിയപ്പെടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ചേഞ്ച് ആണ് ഉണ്ടാവേണ്ടത്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് മാറാൻ പോവാണ്. ആളുകൾ വളരെ സ്പിരിച്വൽ ആയിട്ടും വളരെ സൈക്കിക് ആയിട്ട് കാണാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വളരെ ലൈഫ് കുറെ കൂടെ ഒരു പോസിറ്റീവ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം മറ്റുള്ള ആളുകൾ നിങ്ങളെ കാണുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എഫേർട്ട്ലെസ്ലി അട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങളാണ് എങ്ങനെയാണ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഡെഫിനറ്റ്ലി അവർക്ക് ഉണ്ടാവും, അല്ലെ? സോ നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാനും എക്സാക്ട്ലി ഒരുപാട് ആളുകൾ റൈറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്, ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, സ്പെഷ്യലി മേജർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല, നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഇനി അറിയപ്പെടാൻ പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. ദി സൺ ഇസ് എ കൺഫർമേഷൻ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുന്നുണ്ട്. സൺ എനർജി, മൂൺ എനർജി, നൈറ്റ് എനർജി. ഓൾറൈറ്റ്, അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാം. മെഡിറ്റേഷനെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ കണക്ട് ചെയ്യാൻ, നിങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, എവിടേക്കാണ് നമ്മൾ എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരുപാട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ ഹെൽപ്പ് വേണ്ട ആളുകളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, ഹൂ വിൽ യു ബി ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ? ദ മീഡിയേറ്റർ. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന്റെ ഒരു മീഡിയേറ്റർ ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് റൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ പോവുക എന്ന് പറയുന്നത് പോലെ. ഇറ്റ്സ് ലൈക്ക് നമുക്ക് കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ ലൈക്ക് വാട്ട് ഐ എം ഡൂയിങ്, എനിക്ക് കിട്ടുന്ന സൈക്കിക് മെസ്സേജ് ആണ് ഞാൻ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത്, അല്ലെ? സോ ഇത് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് നിങ്ങളിലേക്ക് തരുന്ന ഒരു കാര്യമല്ല, ഇത് എനിക്ക് കിട്ടുന്ന സൈക്കിക് മെസ്സേജ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങളൊരു മീഡിയേറ്റർ ആവുന്നുണ്ട്, നിങ്ങളൊരു മെസ്സഞ്ചർ ആവുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങള്
ചില ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ എസ്പെഷ്യലി ചില അറിവുകളോ നോളേജ് വിസ്റ്റം ഒക്കെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരാളാവുന്നുണ്ട്. ഓൾറൈറ്റ്, സ്പെഷ്യലി യു ആർ എ മീഡിയേറ്റർ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കഴിവുകൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിലാണ് അത് പരീക്ഷിച്ചു നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അത് സക്സസ് ആവുന്ന സമയത്താണ് നിങ്ങൾക്കത് വേണ്ട ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം വർക്ക് ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്റൻഷനലി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, പ്രാർത്ഥിച്ചിട്ടോ ഓർ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സൈക്കിക് കഴിവുകൾ യൂസ് ചെയ്തിട്ടോ, നിങ്ങളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പവർ യൂസ് ചെയ്തിട്ടോ, നിങ്ങളുടെ പ്ലസന്റ് ആയിട്ടുള്ള എനർജി കണക്ട് ചെയ്തിട്ടോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു കാര്യം വർക്ക് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ കാര്യങ്ങള്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ട്രിക്ക് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, അട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല 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 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്താണ് അത് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ആളുകൾ അത് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരു ശ്രദ്ധ അതിലേക്ക് കണക്ട് ആവുന്നുണ്ട്. സോ എങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നു, ഓർ നിങ്ങളായിട്ട് നിങ്ങൾക്കൊരു ട്രഷർ കിട്ടി, നിങ്ങൾക്കൊരു അറിവ് കിട്ടി. ഇറ്റ്സ് ലൈക്ക് നമ്മള് ഗുരു സിനിമയിലെ മോഹൻലാലിനെ പോലെയാണ്. ആ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങളുടെ ഒരു ട്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ വീട്, വാഹനങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സാക്ട്ലി ആ ഒരു ഗുരു മൂവിയിലെ പോലെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആ ഒരു കഴിവാണ്, നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അറിവാണ്. അത് നിങ്ങൾക്ക് ആളുകളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ, ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് മേ ബി ലൈക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് എല്ലാവർക്കും എല്ലാവർക്കും അത് അതേ രീതിയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലാക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ നോളേജ്, നിങ്ങളുടെ വിസ്റ്റം. ഓൾറൈറ്റ്, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ദ സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. Who will you be in the nearest future? You will be a psychic guru. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗുരു ആയിരിക്കാം. സോ ഞാൻ പറയുന്നത് മൊത്തമായിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവാന്നുള്ളതല്ല. സോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതും കൂടിയാണ്, അല്ലെ? സോ നിങ്ങൾക്ക് അതൊക്കെ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഇന്റൻഷനലി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ പല ഡെസ്റ്റിനി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അറിവാണ് നിങ്ങളുടെ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ. ഓക്കെ, യുവർ നോളേജ്, വിസ്റ്റം. സോ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, സോ പുതിയ വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്നത് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ലൈഫ് ആസ് എ പേഴ്സൺ, നിങ്ങളുടെ ശരീരത്തിന്, മനസ്സിന്, ഇമോഷൻസിനൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതും അവിടെ മോഡിഫൈഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അവിടെയും ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നത് പോലെ, ആ ഒരു സ്റ്റാൻഡേർഡ് ചേഞ്ച് ആവുന്നത് പോലെ നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഇതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ പിന്നീട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇത്ര കാലം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ പോകാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിലായിരിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി സ്റ്റാൻഡേർഡ് ഉള്ള കാര്യങ്ങൾ അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡിൽ ഒരുപാട് മാറ്റങ്ങൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ മിനിമലൈസ്ഡ് ആക്കുന്നുണ്ട്.
ഓക്കെ, ഒരുപാട് ഇങ്ങനെ വാരി കൂട്ടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, വളരെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി. അത് നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഇമോഷൻസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യുന്ന എന്ത് സിറ്റുവേഷനിലും അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ഈവൻ നിങ്ങളുടെ തോട്ട്സിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ അത്ര കാലമായിട്ട് ഒരുപാട് ചപ്പ് ചവറ് പോലെ ഒരുപാട് നിങ്ങളുടെ തോട്ട്സ് ഇങ്ങനെ കൂട്ടി വെച്ച് ആലോചിച്ചു കൂട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള തോട്ട്സിലേക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു ആക്ഷൻ മോഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ബേസ്, സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ് നിങ്ങൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, വളരെ സ്ട്രോങ്, ഒരു അടിയുറച്ചിട്ടുള്ള ഒരു ബേസ് അല്ലെങ്കിൽ വളരെ റൂട്ടഡ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് വളരെ ഒരു സ്ഥാനം ഉറപ്പിക്കുക, ഒരു വേരുറപ്പിക്കുക എന്ന് പറയുന്നത് പോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ദിസ് ഇസ് റിയലി മാജിക്കൽ. ഓക്കെ, ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്. ഇതാണ് നമ്മൾ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. വിഷസ്, ഒന്ന് കൂടുതൽ കാര്യങ്ങൾ അത് ഫുൾഫിൽഡ് ആവുകയാണ്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ പഠിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇമോഷണൽ ലോസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ ബാഗേജ് പോലെ നിങ്ങൾ ക്യാരി ചെയ്യുന്നില്ല. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. ഓക്കെ, വിട്ട് കളയുന്നത് നിങ്ങൾ ഇന്റൻഷനലി വിട്ട് കളയാന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കിട്ടുന്ന സമയത്ത്, ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത്, നിങ്ങൾ അതിന്റെ പിറകെ പോകുന്ന സമയത്ത് ഈ അനാവശ്യമായിട്ടുള്ള തോട്ട്സിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. സോ ഗ്രാജുവലി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഇതുപോലുള്ള ചില ഇമോഷണൽ സെന്റിമെന്റൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് അവിടെ ഫെയ്ഡ് ആയി പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് പിന്നീട് നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ശ്രദ്ധയിലോ ഒരു സ്ഥാനം ഉണ്ടാവുന്നില്ല നിങ്ങൾ വേറെ കാര്യത്തിന്റെ പിറകെ പോകുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ വളരെ ആക്റ്റീവ് ആക്കി വെക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ വെരി ഇൻട്രസ്റ്റിംഗ് റീഡിംഗ്, ഗ്രൂപ്പ് നമ്പർ 1. സോ ഒരുപാട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് യൂസ് ചെയ്യുക, നിങ്ങളുടെ ഇമാജിനേഷൻ പവർ നിങ്ങൾ യൂസ് ചെയ്യുക. ബിക്കോസ് ഇതൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ സംസാരം. ഓക്കെ, നിങ്ങളുടെ സംസാരം വളരെ പവർഫുൾ ആയിട്ട് വരുന്നൊരു ടൈം കൂടിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്ക്, നിങ്ങൾ പറയുന്ന വാക്കുകള്, അതൊക്കെ അതിന്റെ ഒരു പവറൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കാനും യൂസ് ചെയ്യാനും കൂടെ പോകുന്ന നിങ്ങളുടെ അറിവ്. ഓക്കെ, നിങ്ങളുടെ വാക്കുകള്, നിങ്ങളുടെ അറിവുകള്, നിങ്ങളുടെ ലൈഫിന്റെ ഓരോ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയുന്ന അറിവുകളാണ്. അത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയി പഠിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ലൈഫ് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സൈക്കിക്കൽ ആയിട്ടുള്ള നോളേജ് ആണ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തരുന്ന നോളേജ് ആണ്, നിങ്ങൾ ലൈഫിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, സോ ലൈഫ് സ്റ്റാൻഡേർഡ് കൂട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സമീപ ഭാവിയിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഒരു വ്യക്തി എന്ന നിലയിലും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു, നിങ്ങളുടെ ചിന്താഗതി എന്താണ്, നിങ്ങളുടെ അറിവ് എന്താണ്, നിങ്ങളുടെ ഒരു പഴയ ഐഡന്റിറ്റിയിൽ ഉണ്ടാവുന്ന വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 2, who will you be in the nearest future? സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും? എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ചേഞ്ചിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെ, മാറ്റങ്ങളെ പറ്റിയിട്ട് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. റൈറ്റ്, എസ്പെഷ്യലി മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് പോവാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ വലിയ താല്പര്യം ഉണ്ടാവില്ല, കൂടെയുള്ള സിറ്റുവേഷൻ അത്ര സേഫ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. യു നീഡ് ടു ചേഞ്ച്. ഓൾറൈറ്റ്, സോ മാറ്റങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഈ സമയത്ത് അല്ലെങ്കിൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ആളുകളുടെ ഉദ്ദേശങ്ങള്,
ആളുകൾ എന്തിനാണ് ചില ആളുകളൊക്കെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത്, ഓർ ചില ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്കതത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണോ, നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ ചിന്തിച്ചു തുടങ്ങാം, നിങ്ങളുടെ സറൗണ്ടിങ്, നിങ്ങളുടെ സർക്കിൾ നിങ്ങളെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സേഫ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചില താല്പര്യങ്ങള് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ട് മാറി നിൽക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി മൈഗ്രേറ്റ് ചെയ്യുന്നത് ചില പ്ലേസിലേക്ക്. നിങ്ങൾ പ്രോബബ്ലി നിങ്ങൾക്ക് വേറെ പ്ലേസിലേക്കൊക്കെ നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. സോ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഒരു വളരെ ഹാപ്പി സോളിറ്റ്യൂഡിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാരണം അത് നിങ്ങൾ വളരെ സങ്കടമായിട്ടോ ഒന്നുമല്ല. ഓക്കെ, വളരെ സന്തോഷമായിട്ട് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു നമ്മളൊരു സോളോ ട്രിപ്പിനൊക്കെ വളരെ സന്തോഷമായിട്ട് പോകുന്നത് പോലെയാണ് നിങ്ങൾ മാറുന്നത്. ഓക്കെ, സോ അത്ര ഈസി ആയിട്ടാണ് അല്ലെങ്കിൽ അത്ര ഡിറ്റർമിനേഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ ചില പ്ലേസിലേക്കൊക്കെ മാറി നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിന്റെ ഒരു ജെന്യൂനിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് എനിക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് അത്ര സേഫ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ മൃഗങ്ങൾക്കൊക്കെ വരാൻ പോകുന്നത് എന്താന്നുള്ളതൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റും എന്നുള്ളത് അറിയുന്നത് പോലെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളെ ചില ആളുകൾ ഉണ്ടാവും നിങ്ങളിങ്ങനെ സ്നേഹിച്ചു കൊല്ലുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ. പക്ഷെ ചില സമയത്ത് അത് നമുക്ക് വലിയ സഫോക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില സമയത്ത് നമുക്ക് അങ്ങനെ അല്ല വേണ്ടത് അല്ലെ. എന്തോ ഒരു കാര്യം നിങ്ങളെ സ്നേഹം, ആരുടെ ഒരു സ്നേഹം നിങ്ങൾ ഒരുപാട് വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ടായിരിക്കണം. റൈറ്റ്, നിങ്ങൾക്കൊരു സ്പേസ് വേണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് ആണ്. ചിന്തിച്ചു തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം പുതിയ കാര്യങ്ങള്, പുതിയ സിറ്റുവേഷൻ, പുതിയ വീട്, പുതിയ കാര്യങ്ങള്, പുതിയ അറ്റ്മോസ്ഫിയർ, ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരാനുള്ള ഒരു ക്രേവ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം ഉണ്ടാവുന്നത്. സോ യു ആർ ഡൺ. നിങ്ങൾ എന്താണ് ഇത്ര കാലമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, എവിടെയാണോ ആരുടെ കൂടെയാണോ, യു ഹാവ് ഓൾറെഡി ഡൺ വിത്ത് ദ സിറ്റുവേഷൻ. റൈറ്റ്, ഇനി നിങ്ങൾക്ക് ചേഞ്ച് വേണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടുള്ള സോൾ ആണ്. ഓക്കെ, യു നീഡ് ദാറ്റ് കംഫർട്ട്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ അങ്ങനെ നിൽക്കില്ല, ഒരു പ്ലേസിൽ അങ്ങനെ നിൽക്കില്ല. നിങ്ങൾ ഇതൊക്കെ ആയിരിക്കും കൂടുതൽ തിരിച്ചറിയാൻ പോകുന്നത്. യു നീഡ് ഫ്രീഡം. റൈറ്റ്, സോ അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ. വളരെ ബോൾഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ. ഓക്കെ, ഒറ്റയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം, ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എവിടെ പോകുന്ന സമയത്ത്, നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്ന സമയത്ത്, നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പല ആളുകളുടെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്ലേസ് ഉണ്ടാവോ, ഒരു സ്ഥലം ഉണ്ടാവോ, എന്താവും എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ നേച്ചറിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഈ യൂണിവേഴ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കുള്ള സ്ഥലം അവിടെ ഉണ്ടാവും. നിങ്ങൾ നോക്കാൻ ആളുകൾ ഉണ്ടാവും, നിങ്ങളെ സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടാവും എവിടെ പോകുന്ന സമയത്ത്. സോ അതാണ് നിങ്ങൾക്കുള്ള ഒരു അഷ്യൂറൻസ് എന്ന് പറയുന്നത്. സോ ചില പ്ലേസിന് ഇത് വിട്ട എന്ത് നല്ലൊരു ക്വസ്റ്റ്യൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത്ര ഒരു പ്രോവർട്ടിയിൽ ജീവിക്കില്ല, അല്ലെങ്കിൽ അത്ര ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, എസ്പെഷ്യലി ഈ ഒരു സമയം. Alright, so let's see who will you be in the nearest future. Group number 2, who will you be in the nearest future? The Star. Group number 2. സോ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ, നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന ഒരു പ്ലേസ് ആണ്.
എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് ദൂരെ ഉള്ള ഒരു പ്ലേസിലേക്കായിരിക്കാം നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അത് മേ ബി ലൈക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ ഒറ്റയ്ക്കോ എന്തെങ്കിലും ഒരു യാത്ര നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നടന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ നടന്നു പോവാ. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ നിങ്ങൾ പോകുന്നത് പോലെ, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് നിങ്ങൾ വരുന്നത് പോലെ. ബിക്കോസ് നിങ്ങൾ എവിടെ ചെന്നാലും കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എത്രമാത്രം സിറ്റുവേഷൻസ് അഡാപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. സോ നിങ്ങളുടെ ആ ഒരു ഫ്രീഡം നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസിലേക്കാണ് ചില ആളുകൾ വരുന്നത്. ഓക്കെ, സോ അത്ര കാലമായിട്ട് നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന, നിങ്ങൾ അത്ര പ്രൊട്ടക്റ്റഡ് ആക്കി കൊണ്ട് നടക്കുന്ന ആളുകളുടെ കൂടെ തന്നെയായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം, പല പല സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അവിടെ നിന്നാണ് നിങ്ങളൊരു ഫ്രീഡം ആഗ്രഹിച്ചു വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ദൂര സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. ഗ്രൂപ്പ് നമ്പർ 2, who will you be in the nearest future? So the journey won't be that easy. Okay, so നിങ്ങൾ പോകുന്ന യാത്ര അത്ര ഈസി ആയിക്കൊള്ളുന്നില്ല. ബട്ട് അതിന് സ്ട്രെങ്ത് വേണം, കറേജ് വേണം. ഇതൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യുക. കാരണം ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം എന്ത് ഡിസിഷൻ ആണ്, എന്താണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്താണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്നത് ചില പ്ലേസിൽ നിന്ന് ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാണ്, ബൗണ്ടറി സെറ്റ് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ഒരു ടെറിറ്ററി ഉണ്ടാക്കിയെടുക്കാണ്. ഇറ്റ്സ് ലൈക്ക് കാട്ടിലെ രാജാവൊക്കെ പോലെ. കാട്ടിലെ രാജാവൊക്കെ ചെയ്യാം, വേറെ മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു മാർക്ക് ഇട്ട് വെക്കും. അവര് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ ചെയ്ത വേറെ ആനിമൽസ് ആ ഭാഗത്തേക്ക് വരില്ല. ബിക്കോസ് ദേ ഓൾറെഡി നോ ഓക്കെ ഇവിടെ ഇയാൾ ഉണ്ട് എന്നുള്ളത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ടെറിറ്ററി ഉണ്ടാക്കിയെടുക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്, ബൗണ്ടറി സെറ്റ് ചെയ്യാണ്. സോ ചില ആളുകൾക്ക് സിറ്റുവേഷൻസിന് അവിടെ പെർമിഷൻസ് ഉണ്ടാവുന്നില്ല. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ സ്ട്രെങ്ത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓർ ഇപ്പം ഇത് ചില ആളുകൾ നിങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല, നിങ്ങളെ ഒരു ഡിവൈൻലി ഒരു ഇൻവോൾവ്മെന്റ് കൂടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഉണ്ടാവുന്നത്, പ്രൊട്ടക്ട് ചെയ്യാണ് നിങ്ങളെ. കുറച്ചുകൂടെ ഒരു ദൈവാധീനം കൂടെ നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ഈ ടൈമിൽ നിങ്ങളുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലൻ എനർജിയാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടും ഒട്ടും ഇമോഷൻസ് കൂട്ടിക്കുഴയ്ക്കാതെയാണ് നിങ്ങൾ പല കാര്യങ്ങളും എടുക്കുന്നത്. വളരെ ഇമോഷണൽലെസ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ പല കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടിക്കലി ആണ് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, റിലേഷൻഷിപ്പ്, ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് യു ഫീൽ നൗ ദാറ്റ് യു ഹാവ് ഡൺ, അല്ലെങ്കിൽ ഇത് മതിയെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. റിലേഷൻഷിപ്പ്, ചില ആളുകൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, യു ട്രൈ ടു ഹോൾഡ് ഫോർ എ ലോങ് ടൈം ബട്ട് ഫൈനലി നിങ്ങൾ ഇട്ടിട്ട് പോവാണ്. സ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ ട്രയാങ്കിൾ സിറ്റുവേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളിങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്. അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിലാണ്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രയാങ്കിൾ സിറ്റുവേഷൻ, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇമോഷണൽലെസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ഒട്ടും ഇമോഷണൽ ഇല്ലാണ്ട്. പ്രോബബ്ലി അതാണ് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വെപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെറിറ്ററി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ടെറിറ്ററിയിലേക്ക് ഒരാൾക്കും അവിടെ പ്രവേശനമില്ല, ആർക്കും വരാൻ പറ്റില്ല. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് വളരെ ഉറച്ചൊരു തീരുമാനമാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ ഒരു ഇതുപോലത്തെ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ചില ഇമോഷണൽ സിറ്റുവേഷന് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2,
Who will you be in the nearest future? വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം മാറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട്, പല പല പ്ലേസസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ടത് നിങ്ങൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ സക്സസിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന്റെ ഇടയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ. സോ മുന്നോട്ട് പോകുന്ന സമയത്ത് ലൈഫ് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ചില ആളുകൾക്ക് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്ന ചില ടാർഗറ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ, മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രെക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് കുറച്ച് ചലഞ്ച് ആയിട്ടുള്ള ചില പ്ലേസസ് നിങ്ങൾ ട്രെക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കാം, ആ ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. മേ ബി ലൈക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന കാര്യമായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് കാശ്മീർ വരേക്ക് പോകുന്നത് പോലെ, കേരളത്തിൽ നിന്ന് ലഡാക്ക് വരേക്ക് പോകുന്നത് പോലെ. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡ് യൂസ് ചെയ്തതായിരിക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ജേർണിയിലൂടെ നിങ്ങൾ പോകുന്നതായിരിക്കാം ഒറ്റയ്ക്ക്. ഓക്കെ, മെയിൻ ആയിട്ട് ലൈക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ മേജർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പോ നിങ്ങൾ പോകുന്ന ഒരു ചലഞ്ചോ ആയിരിക്കാം. അവിടെ ഒരാളും നിങ്ങള് കൂടെ നിൽക്കണം എന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. സോ അവിടെ ഒരു അഡ്വഞ്ചർ ആയിട്ട് നിന്നിട്ട് നിങ്ങളത് ഓവർകം ചെയ്ത് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര കാലമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, എന്റെ റിലേഷൻഷിപ്പിൽ മാറ്റം വേണം, എന്റെ ലൈഫിൽ മാറ്റം വേണം, നല്ല ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റത്തിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്പർ 2, who will you be in the nearest future? നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഗിവ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ, നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കണം, ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടായിരിക്കണം. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ ചില ആഗ്രഹമായിരിക്കാം, നിങ്ങൾ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അവിടെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓർ എല്ലാവരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളല്ല, എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചില വിഷ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലേക്കാണ് നിങ്ങൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ ഇറങ്ങിത്തിരിക്കുന്നത്. ആൻഡ് അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ അത് നിങ്ങൾ കണ്ടുമുട്ടും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു കാർഡ് നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, റിലേഷൻഷിപ്പിലും ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഡിസയർ ആണ്, നിങ്ങളുടെ ആഗ്രഹവുമാണ് അവിടെ ഒരു ഹാർമണി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ഡിസൈറിനുമാണ് അവിടെ ഒരു ഐക്യം ഉണ്ടാവുന്നത്. നിങ്ങളുടെ ആഗ്രഹവുമാണ് അവിടെ കണ്ടുമുട്ടാൻ പോകുന്നത്, അച്ചീവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കാന്നല്ല പറയുന്നത്, ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ കൺഫർമേഷൻ ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങളുടെ ലൈഫിൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് അവിടെ എത്തണം, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ആഗ്രഹം, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എത്താൻ പറ്റും. മാർക്ക് മൈ വേർഡ്, ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ ആ ഒരു ആഗ്രഹത്തെ കണ്ടുമുട്ടും, ബിക്കോസ് ഇറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കണ്ടുമുട്ടും, അതാണ് നിങ്ങളുടെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി. ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്, തിരിച്ചാൽ എന്താവും, ഇനി ഇതിനു വേണ്ടിയിട്ട് തിരിഞ്ഞാൽ ഞാൻ എന്തായി പോകും എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ഇറങ്ങി വരാം. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പൊസിഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിലോ ഈവൻ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന വീട്ടിലും കൂടി ആയിക്കൊള്ളണമെന്നില്ല നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ താമസിക്കുന്ന പ്ലേസ് എന്ന് വരെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ഗ്രൂപ്പ് നമ്പർ 3, എന്താണോ നിങ്ങളുടെ ലൈഫിൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്, ഇറ്റ്സ് ബിയോണ്ട് ദ സക്സസ് ഓർ ഇറ്റ്സ് എ ഡെസ്റ്റിനി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ഡിസയർ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ ബേൺ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ, ഇറങ്ങി വരാൻ പറയുന്ന, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കണം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. സോ അത് നിങ്ങളുടെ ഒരു
ഡെസ്റ്റിനിയാണ്. ഓക്കെ, ആ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി. അത് നിങ്ങളുടെ സോളിന്റെ ജേർണിയാണ്, സോളിന്റെ ഒരു ഡിറ്റർമിനേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഓൾറൈറ്റ്. സോ ചില ആളുകള് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ ഇറങ്ങി വരികയാണ്. അങ്ങനത്തെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ഇറങ്ങി വരണമെന്ന് ഞാൻ പറയില്ല, ബട്ട് അതുപോലത്തെ മാറ്റങ്ങളാണ് നിങ്ങളായിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഒറ്റയ്ക്ക് നിങ്ങൾ എന്ത് നേടിയെടുത്തു എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനുള്ള ഏറ്റവും വലിയ ആൻസർ കൊടുക്കാൻ പറ്റുന്ന മാറ്റങ്ങളാണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക് നിങ്ങൾ എന്തുണ്ടാക്കി, ഒറ്റയ്ക്ക് നിന്നിട്ട് നിങ്ങൾ എന്ത് നേടി, ഒറ്റയ്ക്ക് പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള അത്ര പ്രൗഡ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അത് വേണ്ട ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളിറ്റ്യൂഡ് ജേർണി ഉണ്ടാവുന്നുണ്ട് അവിടെ. ഓക്കെ, അവിടെ നിങ്ങൾ എന്താണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യേണ്ട എന്തൊരു കാര്യം കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു സ്ട്രോങ് ഹാർമണി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് അത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ ചെന്നാലും നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗസ്റ്റ്, ഒരു അതിഥീനെ നോക്കുന്നത് പോലെ പല പ്ലേസൊന്നും ആളുകൾ നിങ്ങളെ കൺസിഡർ ചെയ്യും, കെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സച്ച് എ പവർഫുൾ റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey, group number 3. Who will you be in the nearest future? സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും? So group number 3, how I'm feeling is like, നിങ്ങളടുത്ത് വളരെ ജെന്റിലായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാനാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് യു ആർ ഗോണ ബിക്കം എ ലവർ. നിങ്ങൾ ഒരു ലവർ ആവാൻ പോവാണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റൊമാൻറ്റിസൈസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാരഡൈസ്. അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും യങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു യങ് എനർജി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ലൈഫ് മൊമെന്റ്സ്. ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ. ഓക്കെ, സോ വാട്ട് ഐ എം കണക്ടിങ് ഇസ്, ഞാൻ ഫസ്റ്റ് ടൈം മൈസൂർ ഇൻഫോസിസ് ക്യാമ്പസിൽ പോയ സമയത്ത് ഐ ഫെൽറ്റ് ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ. ഐ ഫെൽറ്റ് അതൊരു ഹെവൻ ആണെന്ന്. ഓക്കെ, അങ്ങനെയാണ് അവിടുത്തെ ഓരോ കാഴ്ചകൾ അങ്ങനെയാണ്. സോ നിങ്ങൾക്ക് അതുപോലുള്ള നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും കളർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലേസിൽ നിൽക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, വളരെ കളർഫുൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് കണക്ട് ആവുകയാണ്. ഓക്കെ, സോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ, മെയിൻ ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ചുറ്റിലൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയും, അല്ലെ? സോ നമുക്ക് അത്ര ഒരു ഇഷ്ടം തോന്നുന്ന ചില പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ഇഷ്ടത്തിലേക്ക് വരുന്ന സമയത്ത് ചില ആളുകള് അങ്ങനത്തെ ഒരു ഇഷ്ടം നിങ്ങളുടെ ലൈഫിനോട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള പ്ലേസിൽ ഇതുപോലെ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഒരു ഹെവൻലി ഫീല് തരുന്ന ചില പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അത് ചില ആളുകൾക്ക് പുതിയ വീടായിരിക്കാം. ഓക്കെ, പുതിയ വീടോ പുതിയ പ്ലേസിലേക്കോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കൺട്രിയിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ആൻഡ് അവിടെ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ആൻഡ് അതിന്റെ കൂടെ നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നു പോകുന്ന ചില ആളുകളുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില മാജിക്കൽ മൊമെന്റ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഈവൻ നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ
അറിയില്ലെങ്കിലും നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ബ്ലോസം മൊമെന്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഒരു വസന്തകാലം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ അവിടെ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കാം, മോർ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആർക്കാണോ എന്തിനാണോ കൊടുക്കുന്നത് അവിടുന്ന് ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് അവിടെ കുറവാണ്. ഓക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, വേറെ ഡിഫറെന്റ് രീതിയിലായിരിക്കും നിങ്ങൾ കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ സംഭാഷണങ്ങളായിരിക്കാം, അതായത് ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈവൻ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു ഇമോഷൻസും നിങ്ങളുടെ എക്സ്പ്രഷനും നിങ്ങളുടെ ജെസ്റ്റേഴ്സും ഒക്കെ ആയിരിക്കാം കൂടുതൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് അതുപോലത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ. ഓൾറൈറ്റ്, സോ നിങ്ങൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു സീസൺ കൂടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ഇവന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഒക്കെ നിങ്ങളുടെ എടുക്കേണ്ട ഒരു ഇവന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളായിരിക്കും, മാരേജ് ഒക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കണം, റിലേഷൻഷിപ്പിൽ വരിക, എൻഗേജ്മെന്റ് ആവുക, കമ്മിറ്റഡ് ആവുക, ഇതുപോലത്തുള്ള ചില എക്സ്പീരിയൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് എടുക്കാൻ പോകുന്ന ഒരു ടൈമിലേക്കാണ് അല്ലെങ്കിൽ ഒരു സീസണിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സറൗണ്ടിങ്ങിൽ ഒരുപാട് ലോയൽ ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ലോയൽ എല്ലാ പ്ലേസിനും ഒരു ലോയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് കൂടുതൽ റിഫ്ലക്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സ്നേഹം അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്തൊക്കെയാണോ ഇതുപോലെ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. വളരെ സ്നേഹവും അൺകണ്ടീഷണൽ ലവ് ഒക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ്. മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ അവിടെ നിങ്ങളുടെ പൊസിഷനിൽ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് പൊസിഷനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം. അവിടെ നിങ്ങൾ ഇത്രകാലം ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില ഫീലിങ്സും എക്സ്പീരിയൻസും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന മാറ്റം, നിങ്ങളുടെ മാരേജിലേക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, റിലേഷൻഷിപ്പിൽ ഇതുപോലെ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ ഹൂ വിൽ യു ബി ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ. ചില ആളുകൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ തന്നെ ഒരു സോൾ പേർപ്പസ് ആയിരിക്കാം. ഓക്കെ, സോൾ പേർപ്പസ്, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, സ്പെഷ്യൽ കണക്ഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളും മാറ്റങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഒരു ഫ്ലോ, വളരെ ഒരു ക്വാളിറ്റി ഉള്ള വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലോ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പല കാര്യത്തിന്റെ. ഓക്കെ, സോ എല്ലാം റൈറ്റ് പ്ലേസിലായിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന ചില ഓഫേഴ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്കത്. ചില ആളുകൾക്ക് പ്രപ്പോസൽ ആയിരിക്കാം, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രപ്പോസൽ ആയിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു സന്തോഷം ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഒന്നുകൂടി കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ, സ്പെഷ്യൽ ആയിട്ടുള്ള എൻട്രീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി അത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റമാണ്. സോ നിങ്ങൾക്ക് ജോബിൽ, നിങ്ങളൊരു ജോബിലേക്ക് വരിക എന്നുള്ളത് മാത്രം എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സോൾഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പേർപ്പസ് ആയിട്ട് തോന്നുന്നുണ്ട്, പാഷൻ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കാര്യം, ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ആ ഒരു സമയത്ത് നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെ? സോ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ ചില ആളുകൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രപ്പോസൽ ആയിരിക്കാം, മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം, ഓർ ജോബ് പ്രപ്പോസൽ ആയിരിക്കാം. ഓക്കെ, സോ ജോബ് ഓപ്പർച്യൂണിറ്റി
ബട്ട് ഗ്രൂപ്പ് നമ്പർ 3 എന്താണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അത് ഒരുപാടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഒരു ജോബ് ഓഫർ വരുന്ന സമയത്ത് ഒന്ന് കൂടുതൽ ജോബ് ഓഫേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഈവൻ ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ സമയം ഒന്ന് കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളുടെ പാഷൻ ചെയ്യാണ്, ആ ഒരു സമയത്ത് ഒന്ന് കൂടുതൽ കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് അവിടെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് ക്ലയൻസ് ഉണ്ടാവുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, അതുപോലുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3 വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് മോർ ലൈക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എക്സാക്ട്ലി നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അഡിക്ഷൻ തരുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് പാർട്ട് ഓഫ് യുവർ ലൈഫ്, പാർട്ട് ഓഫ് യുവർ സോൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് വലിയൊരു അഡിക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നത്, അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ടൈപ്പ് ആവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ചില ആളുകളാണ്. ഓക്കെ, ഇഷ്ടങ്ങളാണ്, താല്പര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന ആരെങ്കിലും ആയിരിക്കാം. ഈവൻ നിങ്ങളുടെ പേർപ്പസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ സോൾ പേർപ്പസുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണക്ട് അത് ചില ആളുകൾക്ക് ഒരു ടഫ് മൊമെന്റ് ആവുന്നത് നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെ അതിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരിക്കാം നിങ്ങളൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു മാറ്റം, ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം. ഓക്കെ, എന്താണോ ഈ ഒരു നല്ല മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്ന അതിന്റെ ഒരു മിഡിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ശരിക്കും ഒരു കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യമായിരിക്കാം. കുറച്ചൊരു സ്ട്രഗിൾ നിങ്ങൾക്ക് അതിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, പക്ഷെ ഈ ഒരു കടുമ്പ് നിങ്ങൾ കടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾക്ക് വളരെ സോൾഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളെ നിങ്ങൾ അതുപോലെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ട് ഭാഗമാവേണ്ട ചില ആളുകൾ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഇതിനു മുൻപ് നിങ്ങൾ പല പല സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം, പക്ഷെ എന്താണോ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ഒരിക്കലും എവിടെ നിങ്ങൾ ടച്ച് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. അങ്ങനത്തെ ഒരു ഇമോഷൻസ് നിങ്ങൾ ഒരിക്കലും എവിടെയും ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ പോകുന്നത് അതൊരു പുതിയ അനുഭവമായിരിക്കാം, പുതിയ ആളുകളുടെ കൂടെ, അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി ലൈക്ക് നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുള്ള, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ആൻസർ കൂടെ നിങ്ങൾക്ക് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ആൻസർ നമ്മളുടെ ചില ചോദ്യത്തിനുള്ള ഉത്തരം തരുന്നത് വേറെ ആരെങ്കിലും വഴിയായിരിക്കാം. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ചില ആളുകളുമായിട്ടായിരിക്കാം. നിങ്ങൾ എന്തോ ഒരു കാര്യം ചോദിച്ചു വളരെ ഡീപ്പായിട്ട്, അതിനുള്ളൊരു ആൻസർ ആണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചില ആളുകൾ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ചില പ്ലേസിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ? സോ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനോ ആളുകളോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നതോ കണക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് നിങ്ങളുടെ പല ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആണ് നിങ്ങളുടെ ഒരു നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഹൂ വിൽ യു ബി ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ? ടിപ്പ് നമ്പർ 3, love begins. Oh my god, it's a confirmation. Group number 3, love begins. Okay, so it's all about love. Okay, so see, ചിലത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ചിലത് ഇഷ്ടം തുടങ്ങുന്നത് നിങ്ങളുടെ ലൈഫ് പേർപ്പസുമായിട്ടോ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ചില ഡ്രീംസുമായിട്ടോ ഒക്കെയാണ്. ഓക്കെ, സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണി, വളരെ ബാലൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സി ഇമോഷണലി ഫുൾഫിൽഡ് ആവുന്ന മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതാണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സീസൺ ആണ്. നിങ്ങൾ ഒരുപാട് മെമ്മറീസ് അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അവിടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങളുടെ ലൈഫിന്റെ മേജർ ഏരിയാസിൽ വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഫാമിലിയിലേക്ക് വന്നിട്ട് അവിടെ എന്തൊക്കെയാണോ നിങ്ങൾ ലാക്ക് ചെയ്തിട്ടുള്ളത് അത് എല്ലാം റൈറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം.
ഗ്രൂപ്പ് നമ്പർ 3, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ചില കാര്യങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് അതുപോലത്തെ മാറ്റങ്ങൾ കൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, who will you be in the nearest future? വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾ ആരുടെയെങ്കിലും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ജേർണി അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഫാമിലിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാണ്. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അവിടെ ഹസ്ബൻഡും വൈഫാണ്, അല്ലെ? സോ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ്, ഒരു നവ ദമ്പതികളാവുക എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നതാണ്. കാരണം വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി നിങ്ങൾ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു വാർണിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടോക്സിസിറ്റി തരുന്ന എന്താണെന്നുണ്ടെങ്കിലും, ഓക്കെ, സോ റിലേഷൻഷിപ്പോ സിറ്റുവേഷനോ ആളുകളോ നിങ്ങളുടെ ഹാബിറ്റ്സോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ, അതിന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് റെപ്പിറ്റേഷൻ നിങ്ങൾ ലൈഫിൽ കൊടുക്കാതിരിക്കുക. ഓക്കെ, ഒരേ കാര്യത്തിൽ കൂടെ വീണ്ടും പോകാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആളുകളാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കൂടെ പോവാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ റിവീൽഡ് ആവാണ്. ഓക്കെ, സോ ലൈഫിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യം ചോദിച്ചത് അതിനൊക്കെ ഉള്ളൊരു ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എക്സാക്ട്ലി. ഗ്രൂപ്പ് നമ്പർ 3, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു മാറ്റം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ആഫ്റ്റർ മാരേജ് നിങ്ങൾ വേറൊരു പ്ലേസിലേക്ക് പോവാ എന്നൊക്കെ പറയുന്നത് പോലെ. എക്സാക്ട്ലി. ഓക്കെ, ജേർണിയിൽ ഒരു പുതിയൊരു യാത്രയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ചില ആളുകൾ നിങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് ആവുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ വേറെ പ്ലേസിലോ വേറെ സ്ഥലത്തോ ഒക്കെ പോയിട്ട് നിങ്ങളുടെ ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോവാ എന്നുള്ളതല്ല, നിങ്ങൾ അവിടെ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഒന്നുകിൽ അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കാം നിങ്ങളുടെ ഒരു നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അത് പല ആളുകളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടും അട്രാക്ഷനും മോർ ലൈക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. സോ ഇറ്റ്സ് ലൈക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് ഉണ്ടാവുന്നത്. മോർ ആക്ഷൻസ് ആണ് അവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഈസിനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഈക്വൽ ആയിട്ട് രണ്ടാളുകള് ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം, അതുപോലത്തെ ചില കാര്യങ്ങളിലേക്ക് വരാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരുക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു പഴയ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. സോ എന്തൊക്കെയാണോ നിങ്ങൾ പഴയതുപോലെ തന്നെ ആക്കി വെച്ച് കളഞ്ഞു വരേണ്ടത് അതൊക്കെ മനസ്സിലാക്കി വീണ്ടും അത് എൻകറേജ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ എൻകറേജ് ചെയ്യാതിരിക്കുക. കാരണം സ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ആരാണോ നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് വരേണ്ടത്, ആരാണോ നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഈ ഒരു സമയത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വരാനുള്ളൊരു സ്പേസ് ആണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യവും, അൺഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് നമ്മൾ എത്ര കാലം നിന്നിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ വേറെ പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് അതൊക്കെ അഡാപ്റ്റ് ചെയ്തു വരാൻ നമുക്ക് കുറച്ച് ടൈം വേണം, അല്ലെ? സോ നിങ്ങളുടെ ലൈഫിലും അങ്ങനത്തെ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് പ്ലേസിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആരുടെങ്കിലൊക്കെ ലൈഫിൽ നിങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ആരുടെങ്കിലും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആരുടെയോ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റോള് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ആളുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള റോള് ചെയ്യുന്നുണ്ട്. മോർ ലൈക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ.